കോമ്പോസ്റ്റ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് അരുവിത്തറയിലുള്ള ഞങ്ങളുടെ വെല്ലിച്ചിമല കയറാൻ വന്നതാണ്. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ഒന്ന് വരാമെന്നോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ മല കയറുന്നത് തൊട്ടൊരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം മല കയറി ഡ്രോപ്പ് ചെന്നിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ ഓർത്തത്. അപ്പോൾ വെറുതെ എടുക്കുവാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് താഴോട്ട് നോക്കിയത്. അപ്പം അതൊക്കെ ഇന്ന് കാണാം. അതുമല്ല, ഇന്ന് ഞങ്ങളുടെ സാവ്യച്ചൻ്റെ ബർത്ത്ഡേ ആണ്. വീട്ടിൽ ചെന്ന് കേക്ക് മുറിയും പരിപാടികളൊക്കെ ഉണ്ട്. അതുമല്ല, ഇന്ന് അരിയത്തറപ്പള്ളിയിൽ പെരുന്നാളൊക്കെ തീരുന്ന ദിവസമാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് കയറി ഇവിടെ നിന്നാൽ പള്ളിയുടെ വ്യൂ അരുവിത്തറ പട്ടണം മൊത്തം കാണാം. ഇരാറ്റുപേട്ട പട്ടണം, അരുവിത്തറ പള്ളി ഇരിക്കുന്ന ഭാഗങ്ങളും ഇരാറ്റുപേട്ട. അടുത്ത് കഴിഞ്ഞപ്പം ഷർട്ടൊക്കെ ഊരി മടുത്ത അവശനായിട്ടിരിക്കുകയാണ്. പിള്ളേരും മടുത്ത് എല്ലാരും പോകാന്ന് പറഞ്ഞിരിക്കുകയാണ്. കുടിക്കാൻ ഒരു വെള്ളം പോലും ഇല്ല. കാര്യം നല്ല രസമൊക്കെ ഉണ്ടല്ലേ? അതെ, ഒരുപാട് കയറാനൊരു നല്ല രസമൊക്കെ ഉണ്ട്. അതെ, പിള്ളേരെക്കാട്ടും വെള്ളമൊക്കെ കരുതി വേണം വരാൻ. നമ്മൾ വണ്ടേ വല്ലതും ഉണ്ടെന്നോ പുറത്ത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഒക്കെ ഒന്ന് കാണാം. കുരിശിന്റെ ഒക്കെ ഉണ്ടോ? ആണോ? ഈ കുരിശിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അതാരാ ആശീർവദിച്ചതെന്നും ഉള്ള കാര്യങ്ങളും ഇത് സ്പോൺസർ ചെയ്തതും. ആരെ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഇത് ഇരാറ്റുപേട്ട പട്ടണമാണ് കാണുന്നത്. താഴെ കാണുന്ന പള്ളി. ഞങ്ങളുടെ ഫോണും ക്യാമറയൊക്കെ വെച്ച് ഇത്രയൊക്കെ സൂമിങ് ഉള്ളതിന്. എന്നാടാ? ആ, അരുവിത്തറ. അതിൻ്റെ പുറവശത്ത് കാണുന്ന വാഗമണ് മലയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പുറവശത്തോട്ട്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പം നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയൊക്കെ കാണിക്കാം. പയ്യെ ഇറങ്ങണം, വീടല്ലേ?
കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അതെ, എല്ലാവരും മടുത്തു പോയി. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വഴിയല്ലേ, കച്ചറയെന്ന് പോകാമല്ലേ. നമ്മൾ വീണ്ടും അരുവിത്തറപ്പള്ളിയിലൂടെ എത്തി. ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട് പണിയാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടേക്കുന്ന ഫ്ലോട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ വീടുകളൊന്നും ഇല്ലായിരുന്നു, ഇപ്പം വീടുകളൊക്കെ ആയി. അപ്പം ഞങ്ങളുടെ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പം ഞങ്ങളുടെ ഫ്ലോട്ടിൻ്റെ അടുത്തെത്തി. അപ്പം നമുക്കിനി അവിടെ വേറൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വണ്ടി കയറുകയില്ല. അപ്പം നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫ്ലോട്ട്. നമ്മൾ വീട് പണിയാൻ വേണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു എത്ര വർഷമാണ് വെച്ചാൽ 2 ഏകദേശം 2 വർഷമായി. ഇവിടെ വീടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഫ്ലോട്ട് ഇവിടെ വെറുതെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് വാഴയൊക്കെ നടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അവർ രണ്ടും കൂടെ നടുവാണ്. പറമ്പിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന വീഡിയോ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ സാവേച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് കേക്ക്. ഞാൻ ഉണ്ടാക്കിയത് മാങ്കോയാണ്. ഫ്ലേവർ മാങ്കോ ഫോറസ്റ്റ് ആണ്. എൻ്റെ 18th ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സായോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കൊടുക്കണം. ഇത് കൊള്ളാം. ചേട്ടായി വായി വെച്ചു കൊടുക്ക. കുഞ്ഞായിട്ട് എന്താ എവിടെ വരുന്നടാ. കൊടുക്കടാ.
കേക്കിന് അടിപൊളിയാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ടയേർഡായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.